ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് ശേഷം ഇടതുപക്ഷം വലിയ വിമർശനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ ജി സുധാകരൻ. സാറേ, തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് വന്നിരിക്കുന്നു ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് BJPയുടെ അടക്കമുള്ള ഒരു വളർച്ച. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ആലപ്പുഴയിലുണ്ടായതിനെപ്പറ്റി ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നയിക്കുകയും വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ജില്ലാ സെക്രട്ടറി ആർ നാസർ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ട്. പൊതുവായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം 24ന്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ് അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂകൾ കൊടുക്കാൻ തന്നെ നമുക്ക് ഒരു താല്പര്യമില്ലാതെ വന്നു. എൻ്റെ ഈ 64 വർഷത്തെ പാർട്ടി മെമ്പർഷിപ്പ് ജീവിതം, അതിലൊരു 1980 മുതൽ ഞാൻ പാർട്ടി ഏൽപ്പിച്ച ഓരോ ചുമതലകൾ ചെയ്യുകയായിരുന്നു. പല ചുമതലകളും ചെയ്തു. സിൻഡിക്കേറ്റിൽ കാർഷിക സേവന സിൻഡിക്കേറ്റായി ഒരു 15 വർഷം, 20 വർഷം MLA ആയി, 2 തവണ മിനിസ്റ്ററായി. പിന്നെ പല ഉത്തരവാദിത്തങ്ങളും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി 45 വർഷം ഇരുന്നു. അങ്ങനെ ജില്ലാ സെക്രട്ടറിയായി 2 തവണ ഇരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടനാട് സെക്രട്ടറി, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ്റെയും കർഷക യൂണിയൻ അങ്ങനെ എല്ലാം ഏറ്റിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഈ മാറ്റങ്ങൾ, അതായത് ഈ വോട്ടർമാരുടെ ഇടയിലുണ്ടായ മാറ്റങ്ങൾ, അതൊട്ടും തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനൊരു മാറ്റം ഉണ്ടാവും. തോക്കുകയോ ജയിക്കുകയോ ചെയ്യും, അതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ ഒരു വർഗീയ പ്രസ്ഥാനം ഇടതുപക്ഷത്തെ പിന്തള്ളി പല മണ്ഡലങ്ങളിലും മുന്നോട്ട് വരിക, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടപ്പോഴുണ്ടാകുന്ന ഒരു താത്വികമായിട്ടുള്ള അതിൻ്റെ ഒരു കാരണം കണ്ടെത്തലും പ്രായോഗികമായ അതിൻ്റെ അനുഭവങ്ങളെ നോക്കി വിശകലനം മാത്രമല്ല, ഒരു വല്ലാത്ത പ്രയാസം കൂടി ഉണ്ടാകുന്നുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. എങ്കിൽ പോലും ഏത് പതനത്തിൽ നിന്നും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ഐഡിയോളജിയാണ് മാർക്സിസം. അത് എവിടെ കിടന്നാലും മേളോട്ട് കുതിക്കും. അങ്ങനെ തന്നെ തിരിച്ചു വരും, സംശയമൊന്നും എനിക്കില്ല. പറഞ്ഞല്ലോ. പക്ഷെ ഈ മറ്റിടങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വരുമ്പോൾ പോലും ഈ പുന്നപ്രയും വയലാറും ഒക്കെ അടങ്ങുന്ന സമരഭൂമികളുള്ള ആലപ്പുഴയിലാണ് BJP 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടിയതെന്നുള്ളതാണ്. അത്തരമൊരു അപജയത്തിലേക്ക് പോകാൻ എന്തായിരിക്കും ഒരു കാരണം? ഇത് വോട്ടർമാരുടെ ഇടയിൽ, അതായത് നമ്മുടെ അടിസ്ഥാന വർഗങ്ങൾ, നാട്ടിൻപുറത്തെ സാധാരണക്കാർ, അവരുടെ ഇടയിൽ ഒരു വിഭാഗം മാറി എന്നുള്ളതാണ്. മാറി ഇവർക്ക് വോട്ട് ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ളവർ മാറി UDFന് വോട്ട് ചെയ്തു. രണ്ടുപേരും ഇങ്ങനെ മാറി വോട്ട് ചെയ്താൽ പിന്നെ കിട്ടുന്ന വോട്ടേ നമുക്കുള്ളൂ. അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. മുമ്പുണ്ടാവാത്തതെന്ന് പറഞ്ഞല്ലോ. 5 വർഷം മുമ്പ് ആരിഫിനെ 10,000 വോട്ടിന് ജയിപ്പിച്ച ഏക പാർലമെൻറ്റ് മണ്ഡലം ആലപ്പുഴയല്ലേ. അന്ന് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ക്യാബിനറ്റിലുണ്ട്, പാർട്ടി ഞാൻ അതിന് മുമ്പത്തെ ഉണ്ടായിരുന്നല്ലോ. ആ ബൈപ്പാസൊക്കെ പണിഞ്ഞ് അതങ്ങോട്ട് പൂർത്തിയാവാറാകുമ്പോഴല്ലേ ഇലക്ഷൻ. 1000കണക്കിന് വോട്ടല്ലേ ആരിഫിന് വീണത്. ആ ബൈപ്പാസ് പണിയുന്നതിൽ ആരിഫിന് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സഹായങ്ങളൊക്കെ ഞങ്ങൾ എടുത്തങ്ങ് പറയും യോഗത്തിൽ. അതൊന്നും ഒരു ദാരിദ്ര്യം ഞാനാണ് ചെയ്തതെന്നല്ല. സംസ്ഥാന PWD പണിഞ്ഞപ്പോഴും 50% പൈസ ഇവിടെ തന്നപ്പോഴും അവർ 50% പൈസ മാത്രമേ തന്നുള്ളൂ. പല തടസ്സങ്ങളും ഇവിടെ ഉണ്ടാക്കി. അതൊക്കെ ഇവിടെ ഞങ്ങൾ ഇടപെട്ടു. അതോടൊപ്പം തന്നെ ഞങ്ങളെ അവിടെ MP സഹായിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത് അത് ആരിഫിന് വലിയ പ്രയോജനപ്പെട്ടൊരു കാര്യമാണ്, ഈ വികസനങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വസ്തുതാപരമായി പറഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് BJPയുടെ ഈ രാജ്യവ്യാപകമായിട്ടുള്ള അവർ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പലയിടത്തോളം ഇല്ലാത്തടത്തോട്ടൊക്കെ വ്യാപിച്ചു. ഉള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് അടി കിട്ടിയത്. രാജസ്ഥാൻ, UP ചെറിയ അടിയല്ല, പഞ്ചാബ് ഭയങ്കര അടിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവരുടെ ഡെപ്ത് നികന്നുപോയി. കുറച്ച് ആസാം, ആന്ധ്ര, ഒറീസ ഇവിടെയൊക്കെ വ്യാപിച്ചല്ലോ, ഒരു സീറ്റുണ്ട്. ഇതൊക്കെ വിശകലനം ചെയ്ത് വസ്തുതാപരമായിട്ടേ പറയാൻ പാടുള്ളൂ. അല്ലാടാ നരേന്ദ്രമോദി തമ്മാടി ഫാസിസ്റ്റേ നീ ആരാടാ ഇങ്ങനെയൊക്കെ പറയുന്ന ശൈലിയുണ്ടല്ലോ. അങ്ങനൊന്നും അല്ല. അങ്ങനെ അല്ലെങ്കിൽ പോലും ആ ആശയം വെച്ച് പറയാൻ പാടില്ല. എന്തുകൊണ്ട് അവർ വ്യാപിക്കുന്നു? ഇവരെ ഫാസിസ്റ്റ് പ്രവണതയുള്ളവരാണ്, വർഗീയതയാണ് അടിസ്ഥാനം, എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് സാധാരണക്കാരൻ, അതാണ് മനസ്സിലാക്കേണ്ടത്.
മനസ്സിലാക്കി അതിനെ ചെറുക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ വരുന്നുണ്ടെങ്കിൽ അത് വിജയിച്ചില്ലല്ലോ, അധികാരത്തിലേക്ക് വന്നില്ലല്ലോ. അപ്പോൾ അതിൽ മാർക്സിസ്റ്റ് ഐഡിയോളജി സന്നിവേശിപ്പിച്ച് അതിനെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് അത് സജീവമാകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ ശക്തിപ്പെടും. സീതാറാം യെച്ചൂരിക്ക് എല്ലാ കഴിവുള്ള സഹമാണ്. ഇറ്റ്സ് എ വേഴ്സറ്റൈൽ ജീനിയസ്, യാതൊരു സംശയമില്ല. അതൊക്കെ ശരിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിത് പറയുന്നു. അപ്പോൾ എനിക്കെന്താ ദൗർഭാഗ്യകരമായ അനുഭവം എന്താ, ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് തന്നെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിക്കാത്ത ഒരു ടെലിവിഷനും ഇല്ല. നരേന്ദ്രമോദിയെ കുറെ കൂടെ ആക്ഷേപിക്കണമെന്നൊക്കെ ചെല്ലും. അത് തീവ്രവാദപരമായി ചെന്നേ. നമ്മൾ ആക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അയാൾ പ്രധാനമന്ത്രിയാണ്, ആക്ഷേപമല്ല. അയാളെ ഞാൻ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? ഇതെനിക്ക് പറയണം. ആ കാഴ്ചപ്പാട് ചോദിച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അയാളെ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. 400 സീറ്റ് കിടക്കുന്ന അഹങ്കാരമായിരുന്നു ഞാൻ പറഞ്ഞു. ആ പറഞ്ഞത് കൊണ്ടാണ് സീറ്റ് പോയത് കുറേ. കാരണം ഇയാളുടെ ഈ അഹങ്കാരം, പ്രതിപക്ഷവും കുറച്ചുകൂടി ജാഗ്രതയായി. 3-2 ഭൂരിപക്ഷം പോലെ, അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ 400 പ്രതിപക്ഷം വേണ്ട. ശക്തമായി ഞാൻ പറഞ്ഞു. അവരുടെ രാജ്യരക്ഷാ നയങ്ങളെല്ലാം പാളി. ഇപ്പോഴും നമ്മുടെ 9 പിൽഗ്രിംസ് വെടിയേറ്റ് മരിച്ചു. കംപ്ലീറ്റ് പാളിച്ചയാണ്. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഈ 5 വർഷം. ഇനി ഭരണഘടനാ ഭേദഗതി എന്നൊക്കെയുള്ള ചിന്തയങ്ങ് ഭരണത്ത് വെച്ചാൽ മതി. ഇത്തവണ ഉണ്ടാവില്ല, അടുത്ത തവണ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ ശക്തമായ വിമർശനങ്ങൾ ഞാൻ ഉന്നയിച്ചു. പക്ഷേ അയാൾ ശക്തനായ ഒരു ഭരണാധികാരിയാണെന്ന് പറഞ്ഞതൊരു വലിയ സംഭവമാണ്. ഞാൻ നല്ല ഭരണാധികാരിയാണെന്ന് പറഞ്ഞില്ല. ശക്തനായ ഭരണാധികാരി അല്ലേ? ദുർബലനാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ വലതുപക്ഷ ഭരണാധികാരിയാണെന്നും കൂടെ ഞാൻ പറയുന്നു. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഏകാധിപതിയാണ് ജനാധിപത്യം. അതെന്താ കൊടുക്കാത്തത്? അപ്പം ഇത് ദുരുപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ മോഡിയെ വലുതാക്കാനും എൻ്റെ പ്രത്യയശാസ്ത്രത്തെ, ഞാൻ എന്നും ജീവശാസ്ത്രമായി കാണുന്ന പ്രത്യയശാസ്ത്രം, ഞാൻ ആലപ്പുഴ ജില്ലയിൽ BJP RSS ഐഡിയോളജിയെ ഫൈറ്റ് ചെയ്ത് എന്നെപ്പോലെ ഒരാളിപ്പോൾ ആരുണ്ട് പറ? ഇവരാരാന്നാണ് വിചാരിച്ചത്? ഞാൻ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. എന്നെ BS വന്ന് കുട്ടനാടിൻ്റെ കഴിച്ച് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. ഞാനന്ന് ആദ്യമായിട്ട് സെക്രട്ടറി ആവുക. SAM ജില്ലാ സെക്രട്ടറി. ഞാൻ 3 വർഷം അവിടെ ഇരുന്നില്ലേ? അന്നല്ലേ പാർട്ടി ഓഫീസിൻ്റെ സംരക്ഷകനായിരുന്നു തങ്കപ്പൻ്റെ തലയറുത്ത് കൊന്നത്? ഓർമ്മയില്ലേ? തലയറുത്തല്ലേ കൊണ്ടത്. എന്നിട്ട് ആ അറുത്ത തല മാത്രം ഇങ്ങനെ പിടിച്ച് രക്തം ഇങ്ങനെ വാർന്ന് വീഴുകയാണ്. അതുകൊണ്ട് ഘോഷയാത്ര നടത്തി ഓംകാളി ഭദ്രകാളി വിളിച്ച് മങ്കമ്പലെ പാലത്തെ കൊണ്ട് വെച്ചില്ലേ? അടുത്ത ദിവസം EMS ഒക്കെ വന്ന് കാണുന്ന ഇതല്ലേ? ഞാൻ സെക്രട്ടറിയാണ്. ഞങ്ങളങ്ങ് ഒളിച്ചു പോയില്ലല്ലോ. പാർട്ടി ഞങ്ങൾ കെട്ടിപ്പടുത്തു. അങ്ങനെയൊക്കെ ബിജെപിയോട് ശക്തമായ വിയോജിപ്പുണ്ട്. അത് നമ്മുടെ ലൈഫ് അതല്ലേ. BJPയോടെന്നല്ല എല്ലാ വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തോട് എതിർപ്പാണ്. റൈറ്റിസ്റ്റ് ഐഡിയോളജിയിലെ എക്സ്ട്രീം റൈറ്റിസ്റ്റ് ആണത്. ഞാൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഫാസിസം ഒന്നുമില്ല. ഫാസിസ്റ്റ് ടെൻഡൻസിയാണ്. ഫാസിസ്റ്റ് ഭരണമാണെങ്കിൽ ഇവിടെ പാർലമെന്റ് കൂടുമോ? പാർലമെന്റ് പിരിച്ചുവിടത്തല്ലേ? അതൊന്നും അല്ല, അത് നടക്കത്തില്ല. ഫാസിസത്തിന്റെ മണമുണ്ട്. ഫാസിസ്റ്റ് ടെൻഡൻസിയാണ്, അതാണ് കറക്റ്റ്. അല്ല ഇവിടെ ഇപ്പോൾ ഫാസിസം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കാനൊക്കെ പറ്റില്ല. നമ്മളിവിടെ സായുധ സമരത്തിലേക്ക് പോകണം ഫാസിസമാണെങ്കിൽ. അവിടെ ചെക്കോസ്ലോവാക്യ അവിടെ എന്താ പറയുന്നത്, നമ്മുടെ ദിമിത്രോവും സെറ്റും ഒക്കെ ചെയ്ത പോലെ അതല്ല. അപ്പോൾ ഐഡിയോളജിയുടെ തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പോലും അറിയാത്തവർ നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ഇപ്പോൾ കായംകുളത്ത് 3-ാം സ്ഥാനം, ഹരിപ്പാട് 3-ാം സ്ഥാനം, 110 വോട്ട് മാറിയാൽ അമ്പലപ്പുഴ 3-ാം സ്ഥാനം, 150 വോട്ട് മാറിയാൽ കരുനാഗപ്പള്ളി, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, പത്തിയൂര് പാർട്ടി ഉണ്ടായ കാലം മുതൽ പഞ്ചായത്ത് ഇലക്ഷൻ 52 ഒന്നാമത് പാർലമെന്റ് അന്ന് മുതൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ വരെ പത്തിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂരിപക്ഷം. അവിഭക്ത പാർട്ടി CPI. എവിടെ തോറ്റാലും അവിടെ ഭൂരിപക്ഷമാണ്. അവിടെ ഇത്തവണ 3-ാം സ്ഥാനത്ത് വന്നു. എങ്ങനെ വന്നു? എങ്ങനെ വരാൻ പറ്റും? സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അത് സഹിക്കാൻ പറ്റില്ല. ഇവിടെ പുന്നപ്ര ഇപ്പം നമ്മുടെ വടക്ക് ഈ പഞ്ചായത്ത്, ഇവിടെ നമ്മൾ 3-ാം സ്ഥാനത്തായെന്ന് പറയുന്നു. BJP 2-ാം സ്ഥാനത്ത് ശോഭ വന്നെന്ന് പറയുന്നു. ആരും തിരുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ശരിയായിരിക്കും ഞാനും വിശ്വസിക്കും. എൻ്റെ വോട്ടിൻ്റെ കണക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. DC ഓഫീസിൽ ചോദിച്ചിട്ടുണ്ട് 7 മണ്ഡലത്തിൽ എടുത്തു തരണം, എന്നിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചു. ഉടൻ തന്നെ എന്താ കൊടുക്കുന്നത്? മാർക്സിസ്റ്റ് കോട്ടകൾ. ഞാൻ കോട്ട എന്ന വാക്ക് ഉപയോഗിച്ചില്ല. മാർക്സിസ്റ്റ് കോട്ടകൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ എൻ്റെ പരാജയ കാരണങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിൽ ആലപ്പുഴ എനിക്ക് ചെയ്യാവുന്ന സംഭാവനകൾ ഇപ്പോഴും നിലനിൽക്കാവുന്ന അവസാനിച്ചിട്ടില്ല. ഔദ്യോഗികമായി ഞാൻ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പൊതുപരിപാടിക്കും വരെ എന്നെ വിളിക്കാറില്ലെങ്കിലും
ഞാനിവിടെയുണ്ട്. ഞാൻ പാർട്ടിക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. ഈ ഇന്റർവ്യൂ തികച്ചും ശരിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. തെറ്റായിട്ട് ഒറ്റ കാര്യം അതിലില്ല. തികച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയോ ഒരു മോദി ഭക്തി തെറ്റിദ്ധാരണയല്ല, കള്ളത്തരം, വഞ്ചന, പറഞ്ഞു പറ്റിക്കുക. തെറ്റിദ്ധാരണ ഞാൻ അയാളോട് പറഞ്ഞല്ലേ അയച്ചത്. ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ ഇവിടെ കയറ്റത് വേദി ഞാൻ പറയുന്നില്ല. ഇതുപോലെ എടുത്തിട്ട് കള്ളത്തരം കൊടുക്കുക. ഇവിടെ കയറ്റത്തില്ല അയാള്. മനഃപൂർവ്വം ചെയ്തതാണ്. മറ്റ് വർഗീയ ശക്തികളോട് അവരോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലൊരു മോദി ഭക്തി എന്നുള്ള രീതിയിലൊക്കെ ഒരു വിമർശനങ്ങളും ഒക്കെ വന്നു. ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വിമർശനമല്ല, കള്ളത്തരം, വഞ്ചന, ഇല്ലാത്തൊരു കാര്യം. അവര് പിൻവലിച്ചില്ലേ അത്? അതിനാണ് പിൻവലിച്ചത്. മോദി ഭക്തി എന്ന് പറയുന്നത് ഒരു വിമർശനമല്ല, എന്നാലും വിമർശനമല്ല. കാരണം എനിക്ക് മോദി ഭക്തി ഇല്ലല്ലോ, പിന്നെ ഞാൻ വിമർശിക്കുന്നത്. അതും വഞ്ചനയും താറടിക്കാൻ നടക്കത്തില്ല. എന്നെ പറ്റുമോ? എന്നെ താറടിക്കാൻ ഏത് കൊച്ചു കുഞ്ഞിനും അറിയില്ലേ? ഞാൻ 72 യോഗത്തിൽ പ്രസംഗിച്ചല്ലോ. അമ്പലപ്പുഴയും കായംകുളം ഒഴിച്ച് എല്ലായിടത്തും പ്രസംഗിച്ചു. ഞാൻ BJP എങ്ങനെയാണ് ആശയപരമായിട്ടാണ് ഞാൻ BJP കാണും പോടാ വാടാ പട്ടി എന്നൊന്നും ഞാൻ പറയാം. എനിക്ക് ഇഷ്ടമല്ല. പ്രധാനമന്ത്രി അവമാനിച്ച വാക്കുകളൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. നല്ല തരത്തിൽ സംസാരിക്കും. അതുകൊണ്ട് അവർക്കും ബഹുമാനമുണ്ട്. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. ഒരു BJP-കാരൻ ബഹുമാനിക്കുന്നതുകൊണ്ട് ഐഡിയോളജിയുടെ പേരിലല്ല ബഹുമാനിക്കുന്നത്, മര്യാദയ്ക്ക് പെരുമാറുന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സൽപ്പേര് ഒരുപാട് പേർക്കുണ്ട് കേരളത്തിൽ. അത് കൂട്ടത്തിൽ എനിക്കുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഇടയ്ക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനത് ഞാൻ ഇതിനെപ്പറ്റി പറയും. ചോദിച്ചതിനെ പറ്റി പറയാണ്. BJP-യുടെ കാര്യം. മോഡിക്ക് എന്താ 400-നപ്പുറം കിട്ടാതിരുന്നത്? അഹങ്കാരം. 400-നപ്പുറം ചോദിച്ചു. അതായത് ഭരണഘടന കത്തിക്കാനുള്ള ഭൂരിപക്ഷം, ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം 400 താഴെ കെട്ടിയപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്നു 330 ഒറ്റയടിക്കുണ്ട്. അതുപോരാ, പ്രതിപക്ഷം പാടില്ല. എന്ത് പറഞ്ഞാൽ എതിർക്കാൻ ആരുണ്ടാവരുത്. ഈ അത്യാഗ്രഹം പണ്ട് സ്വർണ്ണമുട്ടയിടുന്ന താറാവല്ലല്ലോ, സ്വർണ്ണമുട്ടയിടുന്ന ഒരു പക്ഷിയുടെ കഥയില്ലേ? അവസാനം മുട്ടയെല്ലാം ഒരുമിച്ചെടുക്കാൻ എന്ത് ചെയ്തു? താറാവിനെ അങ്ങ് കയറി ചത്തുപോയി. മോഡി ഇപ്പോൾ അതാ ചെയ്യാൻ പോയത്. മോഡി ചെയ്യാൻ പോയത് അവസാനം താഴെ 240 മാത്രം. എല്ലാവർക്കും കൂടെ 293. ഭൂരിപക്ഷമില്ല. രണ്ടാമത്തെ അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ്. അപ്പം BJP വളർന്നില്ല. BJP-യുടെ ആഴം കുറഞ്ഞു, പരപ്പ്. ഇതുവരെ കിട്ടാതെ ആന്ധ്രയിൽ TDP-യുടെ ചേർന്ന് അധികാരം കിട്ടി, ആസാമിൽ കിട്ടി, ഒറീസയിൽ കിട്ടി. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി, തമിഴ്നാട്ടിൽ അവരുടെ പ്രസിഡന്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറയുന്നത് രഹസ്യമല്ല. ഇത് BJP-യെ സഹായിക്കാനാണോ ഇത്? ഇത് കണക്കല്ല. ഈ കണക്കല്ല ഈ കണക്ക് കൊടുത്തില്ല നമ്മളവരെ എങ്ങനെ ഫൈറ്റ് ചെയ്തു? ശത്രുവിൻ്റെ ശക്തി അറിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നവനെ ജയിക്കത്തുള്ളൂ. ശത്രുവിൻ്റെ ശക്തി അറിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നില്ല. അവരുടെ ശക്തി വിലയിരുത്താതാണ് ഫൈറ്റ് ചെയ്യുന്നത്. വർഗീയത മാത്രമല്ല, വർഗീയത അടിത്തറയാണ്. ആ അടിത്തറയിൽ അവർ വേറെന്തെല്ലാം പണികളാണ് ചെയ്യുന്നത്. പക്ഷേ ആ വർഗീയത അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ 20 കോടി വന്ന മുസ്ലിങ്ങളെ മൊത്തം മോഡി നടന്ന് ആക്ഷേപിക്കല്ലായിരുന്നു ഒരു മാസക്കാലം. ഞാൻ അന്ന് എൻ്റെ കുടുംബത്തിൽ പറഞ്ഞു, ഇദ്ദേഹത്തിന് തകരാറുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഇദ്ദേഹത്തിന് അടി കിട്ടും. അദ്ദേഹം ഈ പറയുന്നത് ശരിയല്ല. ഒറ്റ മുസ്ലിം വോട്ട് കിട്ടിയിട്ടില്ല. പണ്ട് കുറച്ചൊക്കെ കിട്ടുമായിരുന്നു. മുസ്ലിം വോട്ട് വേണ്ടേ? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കണ്ടേ? ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ചതുകൊണ്ട് അവിടെ ഭൂരിപക്ഷം വോട്ട്. കേരളത്തിലെ ഏതെങ്കിലും മലയോര പ്രദേശത്ത് BJP ജയിച്ചോ? ജയിച്ചില്ലല്ലോ, ജയിച്ചില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രീണിപ്പിച്ചാലും കിട്ടത്തില്ല, ഇല്ലാതാക്കിയാലും കിട്ടത്തില്ല. ഇല്ലാതാക്കാനും നോക്കില്ല. ഇന്ത്യയുടെ നാനാത്വം മനസ്സിലാക്കി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കി, ആ പാരമ്പര്യം മനസ്സിലാക്കി, ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ പേരിൽ കോൺഗ്രസ് അധികാരത്തിലേറി പലപ്പോഴും. അവസാനം അവരത് ഇല്ലാതാക്കി. യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും മറന്ന് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഏറ്റവും ഫാസിസ്റ്റ് ഭരണം വന്ന അന്നാണ്. അതാണ് ഫാസിസം. പക്ഷെ അത് വിജയിച്ചില്ല. പക്ഷെ വീണ്ടും ഇലക്ഷൻ നടത്തി 28 മാസമല്ലേ തന്നുള്ളൂ. അതിൽ തരിപ്പണായില്ലേ? ഈ പാഠം മോഡിക്കും ബാധകമാണ്. അതുകൊണ്ട് മോഡി ഒരുപാട് പാഠം പഠിക്കണം. നിങ്ങൾ മുന്നോട്ട് പോയില്ല, നിങ്ങൾക്ക് തിരിച്ചടിയാണുണ്ടായത്. എന്നാലും അടിയന്തരാവസ്ഥയൊക്കെ ഓർത്ത് കോൺഗ്രസിനെ അധികാരം ഏൽപ്പിക്കാൻ ജനങ്ങൾക്കൊരു മടി. അതുകൊണ്ട് കുറച്ച് താഴെ കൊണ്ടുവന്നു, 30-40 സീറ്റ് താഴെ കൊണ്ടുവന്നു. ശരിക്കും പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് വരാം. ഞാൻ കോൺഗ്രസ് വിരോധിയൊന്നുമല്ല. കേരളത്തിൽ വെച്ച് എല്ലായിടത്തും ഒരുമിച്ചല്ലേ. ബംഗാളിൽ കോൺഗ്രസും CPM ഇടതുപക്ഷവും കൈകോർത്ത് പിടിച്ചല്ലേ. കഴിഞ്ഞ തവണത്തേക്കാൾ 2 കൂട്ടർ കൂട്ടു അങ്ങനെ. അതിനെന്ത് ന്യായീകരണ? ഒറ്റക്കെട്ടൊക്കെ മത്സരിച്ചപ്പോൾ കിട്ടിയാത്ത പെർസെൻറ്റേജ് ഇപ്പം ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ഇല്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസ് അവിടെ പണ്ട് 12,000 CPM-കാരെ കൊന്നതും
അതിൻ്റെ അടിയും തിരിച്ചടിയെല്ലാം അവിടുത്തെ ആൾക്കാരുടെ മറക്കാനുള്ള ക്യാമ്പയിൻ അവിടെ നടക്കുന്നില്ല. മുകളിൽ അയച്ചു കെട്ടുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഏത് കൊച്ചുകുഞ്ഞിനും പറയാം. ഇത് പറയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. പിന്നെ അത് എങ്ങനെ തിരുത്തണമെന്നൊക്കെ അവിടെ തീരുമാനിക്കും, നമുക്കറിയില്ല. പക്ഷേ ബംഗാളിൽ പക്ഷേ ആ ഉഷിര് തിരിച്ച് പതുക്കെ വന്നിട്ടുണ്ട്. ജയിച്ചില്ലെങ്കിലും ആ ഉഷിര് റാലിയിലൊക്കെ കണ്ടു. അതെല്ലാം വളർത്തിയെടുക്കണം. നല്ല സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ഇടതുപക്ഷം ഒരു വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. പ്രത്യേകിച്ച് BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറന്നെങ്കിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പോലെ ഉള്ള ഒരിടത്ത് വലിയ ഭൂരിപക്ഷത്തിൽ BJP ഒരു അക്കൗണ്ട് തുറന്നു. ഏത് രാഷ്ട്രീയ സാഹചര്യമായിരിക്കും അത്തരം ഒരു കാര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്? അത് മൊത്തത്തിലുള്ള സാഹചര്യത്തിൻ്റെ പ്രതിഫലനമല്ലേ. എല്ലായിടത്തും അവരുടെ വോട്ട് കൂടിയില്ലേ. 15%, 19% ആയില്ലേ. അവിടെ ജയിച്ചത് 19 കൂടിയില്ലേ. ഇന്ത്യയിൽ തന്നെ 37%, 41 ആയെന്ന് പറയുന്നു. അപ്പം എല്ലായിടത്തും കൂടിയല്ലോ. കോൺഗ്രസിൻ്റെ അല്പം കൂടി. ഇടതുപക്ഷത്തിന് 4% താഴെയാണ്, അല്ലെ 5% താഴെയാണ്. 12% ഉണ്ടായി ഞങ്ങൾ ഒരു കാലത്ത്. അന്ന് 60 സീറ്റൊക്കെ ഉള്ളപ്പോഴാണ്. അത് ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കുറവാണ്. ഇവിടുത്തെ എല്ലാം കുറവ്. ഇവിടെ കുറവ് ചെറുതായിട്ടേ ഉള്ളൂ. അതല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ താഴോട്ട് വരും, അസംബ്ലി പോയി. ഇതല്ലേ ഇവിടെ ബേസിക്കായിട്ട് ഈ കുറച്ച് ഓട്ടൊക്കെ മാറിപ്പോയെങ്കിലും നമുക്ക് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ ഒരുപക്ഷെ തിരിച്ചു വരാറുണ്ട്. പക്ഷെ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ അങ്ങനെ BJP ഓരോ സ്ഥലത്തും അത് വർദ്ധിപ്പിക്കുന്നതല്ലാതെ തിരികെ അത് വരുന്ന സാഹചര്യം ഇല്ലല്ലോ. ഇല്ല. രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, CPM കേരളത്തിൽ പരാജയപ്പെടുന്ന ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വോട്ട് BJPക്കാണ് കേട്ടോ, ഞങ്ങൾക്കല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് BJP വളരുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മാർക്സിസ്റ്റ് വിരുദ്ധരല്ല. അതുകൊണ്ട് CPM ഞങ്ങളുടെ കോൺഗ്രസ് വിരോധം എന്നുള്ളത് കാണാൻ പാടില്ല. അവരിന്നലെ പറയുന്നുണ്ട്. അയാളുടെ ഇത് കണ്ടപ്പോഴുള്ള അവിടെ അരിപ്പാട് അദ്ദേഹം രണ്ടാമതായില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം റിയാക്ട് ചെയ്താണ്ടോ. നല്ല സെൻസിറ്റീവായിട്ട് അയാൾ പറഞ്ഞു. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അയാൾ അത് പറയുകയാണ് ഓപ്പണായിട്ട്. അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ഒരു അനുമോദിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫോക്കസിങ്ങിൽ വന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? അതായത് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു CPM എപ്പോഴും ഫോക്കസ് ചെയ്തത് കോൺഗ്രസിനെയാണ്, മറിച്ച് BJPയെ ഫോക്കസ് ചെയ്യുന്നതിൽ വന്ന പാളിച്ചയാണ് ഈ വലിയ പരാജയം എന്നുള്ളതാണ്, പ്രത്യേകിച്ച് BJP നേടിയ നേട്ടത്തിന്. അത് BJPയും കോൺഗ്രസും കോൺഗ്രസും CPM തമ്മിലാണ് ഇവിടെ പരമ്പരാഗതമായ ഫൈറ്റ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നാളെ അങ്ങനെ തന്നെയായിരിക്കും. അതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ 18 സീറ്റ് ജയിച്ചത് ആരാ? കോൺഗ്രസ് അല്ലേ. അപ്പോൾ ആ കോൺഗ്രസിനല്ലേ ഞങ്ങൾ പരാജയപ്പെടുത്തേണ്ടത്? BJP അല്ലല്ലോ 18 സീറ്റ് ജയിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സമീപനം ശരിയല്ലേ? കോൺഗ്രസുമായിട്ടാണ് ഫൈറ്റ് പാർലമെൻറ്റ് പൊളിറ്റിക്സിൽ. ആശയപരമായ രംഗത്ത് നമ്മൾ BJPയെ ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ പാർലമെൻറ്റ് പൊളിറ്റിക്സിലും ഫൈറ്റ് ചെയ്യുമെങ്കിലും ഒരിടത്തല്ലേ ജയിച്ചുള്ളൂ. 2ാം സ്ഥാനത്ത് അവരെ ഒരു പാർലമെൻറ്റ് സീറ്റിലും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഇവിടെയും 2ാം സ്ഥാനത്ത് വന്നില്ല. ശോഭ ചില അസംബ്ലി മണ്ഡലത്തിൽ വന്നെങ്കിലും പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ 2ാം സ്ഥാനത്ത് വന്ന ശോഭ ഇല്ല. നിയോജക മണ്ഡലങ്ങളിൽ അതേ ഉള്ളൂ. നമുക്ക് 3 ലക്ഷത്തിന് മേലുള്ള, അവർക്ക് 299 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫൈറ്റ് തുടരും. എത്ര കാലം തുടരുമെന്നൊന്നും ഇപ്പോൾ പ്രവചിക്കാനൊക്കത്തില്ല. രാജ്യത്തിന് അതെ, എത്ര കാലം തുടരുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേഴ്സസ് CPM, LDF. രാജ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിരിക്കും, കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച്. പക്ഷെ അതിനകത്ത് സാറേ ഈ വലിയൊരു സൂചന നൽകുന്നുണ്ടല്ലോ. അതായത് ഇതുവരെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും മത്സരം ഇടതുപക്ഷവും UDFും തമ്മിലായിരുന്നുവെങ്കിൽ ഇത്തവണ ഇനിയുള്ള മത്സരങ്ങളിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ധ്വനി കണക്കുകൾ വെച്ച് തന്നെയാണ് പരിശോധിക്കുകയാണെങ്കിൽ പലയിടങ്ങളും ത്രികോണ മത്സരത്തിലേക്ക് പോകില്ലേ, നിയമസഭാ മണ്ഡലങ്ങളിലടക്കം? ത്രികോണ മത്സരത്തിൽ എന്നേ പോയല്ലോ കേരളം. എന്നാ പോവാൻ? ആ ത്രികോണ മത്സരത്തിലല്ലേ ഇവർക്ക് 15%, 12% വോട്ട് കിട്ടുന്നത്. ഏതോ ഒരു സ്ഥലത്ത് പാർലമെന്റിൽ അവർക്ക് 23% കിട്ടി. ഒരു സമയത്ത് 21-23% വോട്ട് കിട്ടി. ആലപ്പുഴയിൽ പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ആലപ്പുഴ പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലായിരുന്നല്ലോ. 1,87,000 നിന്നാണ് ഈ 2,99,000 കുതിക്കുന്നത്. അതെ. പക്ഷെ അത് 50,000-60,000 1,85,000 ആയത്. അതെന്താ? അപ്പൊ അവരൊക്കെ അടിത്തറ നേരത്തെ ഉണ്ട്. 5,000, 10,000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. അവർ പണ്ടും ഇവിടെയുണ്ട്. ഒരു 1977 ശേഷം BJP എല്ലാ അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്.
5000 6000 കിട്ടിയ കാലമുണ്ട്, അവർക്ക് 3000 കിട്ടിയ കാലമുണ്ട്. അത് വളർന്ന് 10, 15, 20, 25, 35 ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെല്ലാം കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടവരവിടെ വോട്ട് കുറവായതുകൊണ്ട് BJPയുടെ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണുന്നത്. അതിൻ്റെ കൂടെ വോട്ട് കുറേ ഐഡിയോളജി വളരെ പവർഫുള്ളാണ്. ആ ഐഡിയോളജി രാജ്യത്തെ ഡോമിനൻ്റായി നിൽക്കുന്നു. കാരണം രാജ്യത്ത് CPM കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശക്തമാണെങ്കിൽ നമുക്ക് പിന്തുണ കുറവാണ്. അവരുടെ ഐഡിയോളജി റിട്രോഗ്രസീവാണ്, അതായത് പിന്തിരിപ്പനാണെങ്കിൽ അതിന് പിന്തുണ കൂടുന്നു. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയതയ്ക്കെതിരായി ചിന്തിപ്പിക്കാതെ 10-40 വർഷം ഭരിച്ച് വർഗീയതയും ജാതിയെല്ലാം ഉപയോഗിച്ച് ഭരിച്ച് കുളവാക്കി ഇട്ടതിൽ നിന്നാണ് ഇവർ വളർന്നത്. കോൺഗ്രസ്സാണ് വളക്കൂടുള്ള മണ്ണ് BJPക്ക് ഉണ്ടാക്കിയത്. ഫൈറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അടക്കി നിർത്തിയില്ലേ, ദീർഘകാലം അടക്കി നിർത്തിയില്ലേ? പറ. കോൺഗ്രസ്സാണ് വളർത്തിയത്. അവർ തിരുത്തുന്നുണ്ടോ? അടിയന്തരാവസ്ഥ പോലുള്ള ആ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട്. പറയണ്ടേ? പറഞ്ഞാലല്ലേ അവർക്ക് നാളെയും കയറാൻ പറ്റും മുകളിലോട്ട്. ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് ഇടതുപക്ഷത്തിന് ഇത്തവണ തിരിച്ചടിയായി എന്ന് പലരും വിലയിരുത്തുന്നു. പലരും ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ പറയുന്നു ഈഴ വോട്ടുകൾ വലിയ തോതിൽ പോയി, ദളിത് വിഭാഗങ്ങളുടെ വോട്ട് പോയി, ന്യൂനപക്ഷ പ്രീണനമാണ് സർക്കാർ നടത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് CPM മാറുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം വരുന്നുണ്ട്. ഇത് താഴേക്കിടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലും, അതായത് വാർഡ് തലമൊക്കെ ഉണ്ട്, പഞ്ചായത്ത് തലം ഇടയിലും രാഷ്ട്രീയമായി കടുകട്ടിയായി ചിന്തിച്ചവരുടെ തന്നെ ആ തലമുറ മാഞ്ഞു പോന്നു. പുതിയ തലമുറ വരികയാണ്. അവരുടെ മനസ്സിലുമൊക്കെ വർഗരാഷ്ട്രീയത്തിൻ്റെ കട്ടി കുറഞ്ഞിട്ടുണ്ട്. കാരണം പഞ്ചായത്ത് മെമ്പർ ഇതെല്ലാം കാണുമ്പോൾ അധികാരം മറ്റതേ മറിച്ചതൊക്കെയാണ്. അവിടെ എല്ലാവരുമായിട്ട് സഹകരിക്കുമ്പോൾ ഒരിടതുപെട്ട ജനപ്രതിനിധി പാലിക്കേണ്ട ജാഗ്രതയെപ്പറ്റി അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയല്ലേ. അത്തരം ഐഡിയോളജിക്കൽ പ്രീച്ചിങ്സും, അതായത് പ്രചരണങ്ങളും ഉപദേശങ്ങളും കുറവല്ലേ ഇപ്പോൾ? കുറവാണല്ലോ. ആ ഐഡിയോളജിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറവ് കാര്യമായിട്ട് സംഭവിച്ചല്ലോ. ആ ഐഡിയോളജിക്കലായി പണ്ട് ജനങ്ങൾ മാസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഗൗരിയമ്മയുടെ ഇഷ്യൂ വന്നു. കാരണം പിന്നോക്ക സമുദായത്തിൽ കാണപ്പെട്ട ദൈവമില്ല, എല്ലാവരുടെയും ദൈവമാണ്. പക്ഷേ അവർ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി, പാർട്ടി നടപടിയെടുത്തു. അത് നേരിട്ട് ആലപ്പുഴ പാർട്ടി നശിച്ചു പോകുന്നല്ല കരുതിയത്. അത് നേരിട്ടത് PS ഉണ്ടായി, എന്നാലും അറിയാമല്ലോ നശിച്ചത് ഉണ്ടായി. ഞങ്ങൾ 3 പേരിൽ നേരിട്ടത്. താഴെയൊന്നും PS വന്നില്ല. നാട് മുഴുവൻ പൊതുയോഗങ്ങളാണ്. ഓരോ LCയിലും പ്രദേശത്തും പൊതുയോഗം വെച്ച് നമ്മുടെ ഈ മാസനോട് രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഗൗരിയമ്മ തന്നെ ആരിഫിനോട് തോക്കുന്ന നമ്മൾ കാണുന്നു. അവസാനം നമ്മൾ ചേർത്ത് പിടിച്ചോണ്ട് വരും. എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്ന പടമാണ് ഇപ്പോഴും ഞാൻ കാണും. അവർക്കൊരു വിരോധം ആരോടില്ല. അപ്പം ഗൗരിയമ്മയുടെ അതുണ്ടായിട്ടും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ, കർഷക തൊഴിലാളികളുടെയും ദരിദ്രരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കയർത്തൊഴിലാളികളുടെയും അമ്മയായിരുന്നു അവരെ. പാർട്ടി ഒരു തീരുമാനമെടുത്ത് അവരെ ഒരു ആക്ഷൻ എടുത്തപ്പോഴും പാർട്ടിയെ നമുക്കിവിടെ കിട്ടി പോയില്ല. ഈഴവ സമുദായം പോയില്ലല്ലോ എന്ന് ഞാനതാ പറഞ്ഞത്. PS പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് ഇടങ്ങിയ ഒരു കാലം ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിക്കൊപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിക്കൊപ്പമായിരുന്നു. PS-നപ്പുറം എനിക്കൊരു നേതാവില്ല, അത് വേറെ കാര്യം. അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തുവിടുന്നു ആലപ്പുഴ. ആ സപ്പോർട്ടൊന്നും ചെറുതല്ല. ആ കാലത്ത് സംസ്ഥാനം മുഴുവൻ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ട് പിണറായിക്കറിയാം. ആ സ്നേഹവും ആ വിശ്വാസവും പിണറായിക്ക് എന്നോട് ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇലക്ഷൻ കാലത്ത് തന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അങ്ങനെ 2 തവണ കണ്ട 3 വർഷത്തിന് ആദ്യമായിട്ടാണത്. അപ്പോൾ പഴയ പോലുള്ള അടുപ്പം നിയർനെസ്സില്ല, അടുപ്പമില്ല, മനസ്സുകൊണ്ടല്ല, ഇല്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ട കാലത്തോളം ആ ഒരു ഇത് ഉണ്ടായിരുന്നു. ആലപ്പുഴയ്ക്കൊരു പ്രാധാന്യം അധികം കൊടുത്തിരുന്നു. അത് ഞങ്ങളുടെ കാലം പറയാം. അന്ന് ഇതൊന്നും ബാധിച്ചില്ല. എല്ലാ സമുദായം വോട്ട് ചെയ്യല്ലേ. ഒരു കാലത്ത് മുസ്ലിം സമുദായം കാര്യമായിട്ട് ചെയ്യത്തില്ലായിരുന്നു. കോൺഗ്രസ്സാണ് എല്ലാം ചെയ്തല്ലേ ഞങ്ങളൊക്കെ ജയിച്ചത്. 9-8 കായംകുളം ജയിച്ചത് എങ്ങനെ? മുസ്ലിം വോട്ടല്ലേ. അമ്പലപ്പുഴ ജയിക്കുന്നത് എങ്ങനെ? മുസ്ലിം വോട്ടല്ലേ. ഇതെല്ലാം മുസ്ലിം വോട്ട് 10,000-കണക്കിന് വോട്ടായി 2 മണ്ഡലങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ ജയിച്ചില്ലേ. അവിടെ പ്രതിഭ ജയിച്ചു, ഇവിടെ ഞാൻ ജയിച്ചു. എവിടെയാണ് സാർ ഈ അകൽച്ച സംഭവിക്കുന്നത്? എവിടെയാണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ അത് ഏറ്റുപറയാൻ ഒരുപാട് കേഡർമാർ താഴെ ഉണ്ടായിരുന്നു, പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ടായിരുന്നു. ഐഡിയോളജിക്കലായിട്ടുള്ള ജാതിമത ശക്തികളെ എതിർത്ത് തോൽപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത്. ആ വളർച്ചയുടെ ഗ്രാഫ് മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്ന്
എല്ലാ കേഡർമാരും ഒരുപോലെ കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ആ ബോധമുള്ളത് കൊണ്ടാണ്. ഇന്ന് ആ ബോധത്തിൽ താഴോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നു. അത് നമുക്ക് മനസ്സിലാക്കി തിരുത്തിയാൽ മതി. ഇനിയിപ്പം ഐഡിയോളജിയിലെ ഒരു ഐഡിയോളജിയാണ് പ്രശ്നം. ഐഡിയോളജി പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം. ഐഡിയോളജിക്ക് പിന്നോക്കാവസ്ഥയില്ല. മാർക്സിസ്റ്റ് അത് ഐഡിയോളജിക്ക് പിന്നോക്കാവസ്ഥ ഉണ്ടാവില്ല. മാർക്സിസ്റ്റ് ഐഡിയോളജി വ്യതിചലിക്കുന്നുണ്ടല്ലോ സർ പ്രവർത്തകർ. അതിന് തുല്യമായൊരു ഐഡിയോളജി ഇല്ല. ഇന്നും സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും ഒക്കെ എതിരായി നിൽക്കുന്ന ഏക ഐഡിയോളജി അത് മാത്രമാണ്. ഇന്ത്യയിലും അതാണ്. പക്ഷെ സപ്പോർട്ടേഴ്സ് കേരളത്തെ പോലെ ഒന്നുമില്ല. ഐഡിയോളജിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നില്ലേ പലയിടത്തും? അതല്ലേ ഐഡിയോളജിയിൽ കോംപ്രമൈസ് ഒന്നുമുണ്ട്. ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യാൻ ഒക്കത്തില്ല. ഐഡിയോളജിയുടെ ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പരിശോധിക്കണം. ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങളെന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല, നിങ്ങളത് പരിശോധിച്ചോളൂ. എനിക്ക് പ്രത്യക്ഷമില്ല. അതിൽ ഐഡിയോളജി ആപ്ലിക്കേഷനൊന്നും കോംപ്രമൈസ് നടത്താൻ പറ്റില്ല. നടത്തിയാൽ ശരിയാവില്ല. അതെവിടെയെങ്കിലും നടത്തുന്നുണ്ടോയെന്നൊന്നും എനിക്ക് എൻ്റെ മുമ്പിലില്ല. പക്ഷേ ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും അടിയുറച്ച് നിന്നിരുന്ന വിഭാഗമാണ് ഈഴവ വിഭാഗം. ഇടതുപക്ഷ വോട്ടുകളുടെ ഒരു വലിയ വോട്ട് ബാങ്ക് തന്നെയായിരുന്നു. അവിടെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശോഭ ഈഴവ സ്ഥാനാർത്ഥിയാണെന്ന് NDA സ്ഥാനാർത്ഥിക്ക് ഒരു പരസ്യമായ ഒരു പിന്തുണയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ പ്രീണനമാണ് നടക്കുന്നത്, ഗതിയില്ലാത്തതുകൊണ്ട് മറ്റൊരു പൊളിറ്റിക്കൽ സംവിധാനത്തിലേക്ക് ഈഴവ സമുദായത്തിന് പോകേണ്ടി വരുന്നു, ഇതര പിന്നോക്ക വിഭാഗങ്ങൾക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത്. അവിടെ എവിടെയെങ്കിലും ഒരു തിരുത്ത് ആവശ്യമായി വരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞതും ഇന്റർവ്യൂയൊക്കെ ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴയിൽ വന്ന 1975 അടിയന്തരാവസ്ഥ കാലം മുതൽ ഈ 2024, 25, 45, 49 വർഷവും എൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു കാലത്തും നമ്മളോടൊന്നും പറഞ്ഞിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായ ബന്ധം മാത്രമല്ല, ഒരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നാളെയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ പറയട്ടെ. ഈ തരത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു, ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അത് ആ സമുദായത്തിന് ഗുണമുണ്ടായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അദ്ദേഹം ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷെ ഒരു മാനസികമായൊരു വിടവ് വന്നിട്ടുണ്ടല്ലോ. അല്ല, അതൊക്കെ സംസാരിക്കുമ്പോൾ തീരുവന്ന്. മാനസികമായ വിടവൊന്നും അദ്ദേഹത്തിനുള്ളതായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് സമുദായത്തിൻ്റെ താല്പര്യം അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. വോട്ട് ബാങ്കായി മാത്രം ഞങ്ങളെ ഉപയോഗിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സ്വാധീനിക്കുന്ന കുറച്ചധികം ആളുണ്ടാവുമല്ലോ. അപ്പോൾ വോട്ട് ബാങ്കല്ല. ഇവിടുത്തെ പുന്നപ്ര വയലാറടക്കം കുട്ടനാടൻ കർഷക നടത്തിയതിൻ്റെ മുന്നിൽ ഈഴപരാധിയായ പിന്നോക്ക സമുദായങ്ങളാണ്. അവരാണത് നടത്തിയത്. മുന്നോക്ക സമുദായങ്ങളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ നിന്ന് നല്ല കേഡർമാർ നേതാവ് കാണും, അതല്ലാതെ ആ സമുദായ അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഇല്ല. അതാണ് ആലപ്പുഴയുടെ പാർട്ടിയുടെ ചരിത്രം. എന്തുകൊണ്ടാണ് ഈഴപരാധിയായ പട്ടികജാതിക്കാരനകത്ത് വരും സമുദായങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ട് കെട്ടിപ്പടുത്ത മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അഭിമാനിക്കുന്നു. എന്താണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി അംഗീകാരം തരണം എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച അപാകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയില്ല. ഞങ്ങൾ അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ്. ഞാൻ 70 യോഗങ്ങൾ പ്രസംഗിക്കുകയും ചെയ്തു. ആരിഫിൻ്റെ ജീവിതത്തിലെ നേട്ടമൊക്കെ ഞാനാണ് വിശദമായ കുട്ടിക്കാലം മുതലുള്ള ഞാൻ പറഞ്ഞു. പക്ഷെ നിരന്തരം മാത്രമേ പറഞ്ഞുള്ളത്, ഞാനത് ശ്രദ്ധിച്ചു. നിരന്തരം അല്ല, അതിനകത്ത് നമ്മൾക്ക് കണ്ടൊരു കാര്യം, നിരന്തരം ഒരാളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. അതൊന്നും പ്രശ്നമൊന്നും. ആരെയെല്ലാം നിലനിർത്തിക്കൊണ്ടുപോയി. നായനാര് പാർലമെന്റിൽ പോയി, രാജ്യസഭയിൽ പോയി, ലോക്സഭയിൽ പോയി, അസംബ്ലിയിൽ വന്നു, മന്ത്രിയായി. 3 തവണ മുഖ്യമന്ത്രിയായി. 3 തവണ നായനാരല്ലേ മുഖ്യമന്ത്രിയായുള്ളൂ. ദീർഘകാലമല്ലേ. 1967 57 EMS അല്ലേ മുഖ്യമന്ത്രി. പട്ടാമ്പിയിൽ ആ ഭൂരിപക്ഷം വളരെ കുറഞ്ഞതിന് ശേഷം അദ്ദേഹം മത്സരിച്ചില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി അടക്കം മാറി. ഇതിൻ്റെ 1 തവണ മത്സരിച്ച എത്രയോ പേരുണ്ട്. നിരവധി തവണ അത് അവിടെയാണ്. കുറേ തവണ മത്സരിച്ചത് കൊണ്ടൊന്നും തോക്കത്തില്ല. അങ്ങനെയൊന്നും ആരും കരുതരുത്. വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് ഹിതമുള്ളവരെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം. അത് പ്രായവും കാര്യവും നോക്കരുത്. ഞാൻ ആ പ്രായത്തിൻ്റെ പരിധി വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി പോലുള്ള കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം. അതിന് മുമ്പ് തന്നെ ഞാൻ എഴുതി കൊടുത്തല്ലോ, എനിക്ക് ബ്രാഞ്ച് കമ്മിറ്റി ആലപ്പുഴ DC യുടെ കീഴിൽ വേണം. അതെനിക്ക് തരികയും ചെയ്തു. ഞാനവിടെ സ്വസ്ഥമായി കഴിയുക.
4 ബ്രാഞ്ച് കമ്മിറ്റി യോഗം ഞാൻ പങ്കെടുത്തതിനാവും. അറിയാമോ? 2002 ശേഷം 4 വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ പോകുമല്ലോ, വക്കീലന്മാരുടെ ബ്രാഞ്ചാണ്, എനിക്കൊരു പ്രശ്നമില്ല. നമുക്ക് ആലപ്പുഴയിൽ പൊളിറ്റിക്സ് നിരന്തരം കാണുന്ന ആളുകളാണ്. മുതിർന്ന നേതാക്കന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ താഴത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂനിയറായി വരുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല? അതൊക്കെ നിങ്ങളൊന്നും ബാധിക്കുന്നില്ലേ? വിഷമം ഉണ്ടാക്കുന്നില്ലേ? വിഷമം എന്നെ സംബന്ധിച്ച് വിഷമമല്ല, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കമ്മിറ്റിയിൽ അവരിപ്പോൾ ഞാൻ പറയാനുള്ള അവിടെ പറഞ്ഞു, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞായിരുന്നല്ലോ കമ്മിറ്റി വിളിച്ചു കൂട്ടുക അല്ലേ? കമ്മിറ്റി വിളിച്ചു കൂട്ടി ഈ അജണ്ട ഉണ്ടെന്ന് പോലും എന്നോട് പറയുന്നില്ല. ഇതിനു വേണ്ടി മാത്രമാണ് വിളിച്ചു കൂട്ടിയത്. ഞാൻ ചെല്ലുമ്പോഴല്ലേ ഇത് അറിയുന്നത് ഈ അജണ്ടയാണ്. ഞാൻ ചെന്നല്ലേ എന്ത് ചെയ്തതിന്? ഞാൻ അവിടെ സംസാരിച്ചു. പാർട്ടിക്കകത്ത് ഉള്ള കാര്യമാണെങ്കിൽ ഇതൊരു വലിയ രഹസ്യകാര്യമല്ല. ഒരൊറ്റ സ്റ്റേറ്റ് ആലപ്പുഴ എന്നുള്ള ഈ 4 പേരൊഴിച്ച്, 4 പേരില്ല, സുജാത, നാസർ, സജി ചെറിയാൻ 4 പേര് ഒഴിച്ച് ഞങ്ങൾ 5 പേർ ഈ സ്റ്റേറ്റിലെ ഒരൊറ്റയാളെ ചർച്ചയിൽ പങ്കെടുത്ത് വിമർശിക്കുകയോ വിമർശിക്കാതിരിക്കുകയോ വെച്ചാൽ അവർ മിണ്ടിയില്ല, നിശബ്ദമായിരുന്നു. അപ്പോൾ എൻ്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഉടനെ സെക്രട്ടേറിയറ്റ് അവിടെ നേരത്തെ ധാരണ മാറ്റി വേറെ ഒരു താക്കീത്, ജാഗ്രത പാലിക്കണം, ഇതല്ല. ഇവിടുന്ന് പോയ 4 പേര് അവർ രണ്ടും പറഞ്ഞു, സുധാകരൻ സാഹിബിൻ്റെ ആവശ്യം എല്ലാം പറഞ്ഞെങ്കിലും അവർ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ നാസറോട് ചേർന്ന് പ്രവർത്തിക്കില്ല. നാസർക്ക് എന്നോട് ഒരു വിരോധമില്ല. ഞാൻ പറഞ്ഞത് ഈ 11,000 വോട്ട്, ഞാൻ 124 ഇവിടെ തോറ്റതാണ്, 5,000-ന് VS ഇവിടെ തോറ്റതാണ്, 2,000-ന് ചന്ദ്രനാളിൽ നിന്ന് തോറ്റതാണ്. ഞങ്ങൾ MLA-മാരായി ഇരിക്കുമ്പോൾ ആ സീറ്റ് 11,000 വോട്ടിന് അത്രമാത്രമൊന്നും സേവനമൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറി പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കരിയമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരിലുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതവിടെ സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷേ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയല്ലോ. ഞാനൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. അത് ഞാൻ വേറൊന്നും പറയുന്നില്ല, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ജി സുധാകരൻ പറയുമ്പോഴും ഒതുക്കപ്പെട്ട ആളുകളുടെ ഇപ്പൊ ഈ കാണുന്ന ഈ ആലപ്പുഴയിൽ നിന്നിട്ടുള്ള ആളുകളാണെങ്കിലും സ്റ്റേറ്റ് വൈഡ് ഇപ്പോൾ സാറിന്റെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും ആളുകളിടുന്നൊരു വിലയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി മനസ്സിലാക്കപ്പെടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കാം, ഉണ്ടല്ലോ, പോയിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് പരാതിയില്ലല്ലോ. ഞാനൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇപ്പോഴും ഞാനൊന്നും എല്ലാം പറയുന്നില്ല. എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 1.5 ലക്ഷം വോട്ടിന് അദ്ദേഹം തോറ്റല്ലോ. ഇവിടെ 17,000 ഭൂരിപക്ഷം. അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും തോപ്പിച്ചാണ്? മറുപടി പറയട്ടെ. കഴിഞ്ഞ തവണ 85,000 ഉള്ളൂ പ്രദീപ് കുമാറിന് കുറവ്. ഇപ്പം എങ്ങനെ പറ? 10-25,000 വോട്ടോടെ എങ്ങനെ കുറഞ്ഞു? അദ്ദേഹം പറയട്ടെ, ആരെങ്കിലും തോപ്പിച്ചാണോ? പറയട്ടെ, ഞാൻ പിന്നെ ആർഗ്യുമെന്റ് പറയട്ടെ. ഇവിടെ എല്ലാം തോറ്റെടുത്തെല്ലാം 10,000 വ്യത്യാസം. ആരെങ്കിലും തോപ്പിച്ചാണോ? അതുപോലെ കണ്ടാൽ പോരായിരുന്നോ? എന്തെങ്കിലും തെളിവുണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? വോട്ടർമാർ പറഞ്ഞോ? പൈസ പിരിച്ചു കൊടുത്തില്ല. അതെ, 17 ലക്ഷം പിരിച്ചു കൊടുത്തു. ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ സ്ഥാനാർത്ഥിയല്ല. എന്നെ ആർക്കും വേണ്ട പണക്കാർക്ക്. മന്ത്രിയായിരുന്നപ്പോൾ പിരിച്ചു കൊടുത്ത കണക്കൊന്നും ഞാൻ പിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടത്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയത്തില്ല, കാരണം അത് പാർട്ടി അകത്ത് അറിയേണ്ടതാണ്. 17 ലക്ഷം എന്തിനു പിരിച്ചു കൊടുത്തു? ഇവിടെ 15 ലക്ഷം കായംകുളത്ത് കൊടുത്തു. 10 ലക്ഷം അവിടെ നിന്ന് കിട്ടിയത് 10 ലക്ഷം മാവേലിക്കര കൊടുത്തു. 17, 27, 42 ലക്ഷം എനിക്ക് കിട്ടിയുള്ളത് അങ്ങ് കൊടുത്തു. 2 ലക്ഷം ഞാൻ എടുത്തു, കാരണം എനിക്ക് 2.5 മാസത്തെ പ്രവർത്തനത്തിൽ പെട്രോളെ മറ്റും. ഇതാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് സാമ്പത്തികമായി ഇപ്പൊ സാറ് പറഞ്ഞു ഒരു കാലത്തും കൊടുക്കാത്ത പിന്തുണ ഔദ്യോഗിക നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്കടക്കം അന്ന് പാർട്ടിയെ സംഘടന എന്നുള്ള രീതിയിൽ കൊടുത്ത് ആ നേതൃത്വത്തോടൊപ്പം നിന്ന ഒരാളാണ്. കൊടുക്കേണ്ടത് നമ്മുടെ മന്ത്രിസ്ഥാനം പാർട്ടി തന്നല്ലേ. ആ സ്ഥാനം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചു. പാർട്ടിക്ക് വളർച്ച ഉണ്ടാകും. സെക്രട്ടറിയായി നിൽക്കുന്ന ഘട്ടത്തിൽ അത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷെ അവര് സാറിനെ മനസ്സിലാക്കാതെ പോയത്. അവരെന്നെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അല്ല 2 തവണ മന്ത്രി. അതല്ല, ഇതുപോലെയുള്ള പ്രാദേശികമായ പൊളിറ്റിക്കൽ ക്രിമിനലിസം
പാർട്ടിക്കകത്ത് ആരോപണം കൊണ്ടുവരുന്നതിൻ്റെ പുറകെ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു പോകുന്നതാണ്. അത് പോട്ട് സാരമില്ല, അതൊന്നും പിണറായിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമൊന്നുമില്ല അതിൽ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നോട് കൊടിയേരി തന്നെ പറഞ്ഞു, സഖാവ് പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ചിത്തരഞ്ജൻ്റെ പിന്നെ സലാമിൻ്റെ ഒന്നും ഞങ്ങൾ പരിശോധിക്കാതെ എടുക്കത്തില്ല. സഖാവ് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ തെറ്റൊന്നുമില്ല, ജയിച്ചല്ലോ. പക്ഷെ അവരിൽ നിന്ന് തന്നെയാണ് പരാതി. അവരിൽ നിന്നല്ല ചിത്തരഞ്ജൻ പരാതി ഒന്നും അയച്ചല്ലോ. ചിത്തരഞ്ജൻ മുനിസിപ്പാലിറ്റി 900 കുറവായിരുന്നല്ലോ, അത് പരാതി കൊടുത്തില്ലല്ലോ. ഇവിടെ 6200 കൂടുതലായിരുന്നല്ലോ ഈ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ, ഈ വാർഡുകൾ. ആ പരാതി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവരും ജനം അത് വിശ്വസിച്ചില്ല. നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങൾ ഞാൻ ചെയ്ത സത്യസന്ധമായ പ്രവർത്തനത്തെയാണ് വിലയിരുത്തിയത്. ജനങ്ങൾക്ക് അങ്ങനെ യാതൊരു അനുഭവം. ഒരാളോട് ഞാൻ പോയി പറയത്തില്ലല്ലോ വോട്ട് ചെയ്തെന്ന് ഞാൻ പറയൂ. അതൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അത് സാരമില്ല, കഴിഞ്ഞല്ലോ, അത് വിട്ടേര്. ഈ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി അടക്കം സാറുമായി കണ്ടു. സംഘടനാപരമായി ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിൽ നിൽക്കണമെന്നുള്ള കാര്യങ്ങളടക്കം പറയുകയൊക്കെ ചെയ്തു. ഈ ഒരു സംഘടനാപരമായി നിൽക്കണമെന്ന് പറഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് കാരണം ഞാൻ സംഘടനയ്ക്കകത്തില്ലല്ലോ, ബ്രാഞ്ചിലല്ലേ ഉള്ളൂ. എനിക്ക് ജില്ലാ കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതുമില്ലായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു ബ്രാഞ്ച് പ്രത്യേകം പങ്കെടുക്കാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഞാൻ ബ്രാഞ്ചിലാണ്. പക്ഷേ ഞാൻ ക്യാമ്പയിൻ കൊടുത്തു. 30 ദിവസമാണ് ക്യാമ്പയിൻ നടത്തിയത്. 72 യോഗം. അമ്പലപ്പുഴയിലും കായംകുളത്തും മാത്രം പോയില്ല. അതിലെനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് ഈ ഹരിപ്പാട്ട് ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞ തവണ 5000 വോട്ടിന് കുറവേ ഉള്ളൂ. അസംബ്ലിയിൽ 17,000 ലീഡ് UDF, 5000 ഉള്ളൂ. അപ്പം ഞാനവിടെ എല്ലാം പ്രസംഗിച്ചത് ഇത്തവണ 5000 വോട്ട് ലീഡ് പിടിക്കണമെന്ന്. നേരെ തിരിച്ച് 3ാം സ്ഥാനത്താക്കി. അപ്പോൾ ഞാൻ ആലോചിച്ചു അവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ CBC വാര്യർ ഫൗണ്ടേഷൻ്റെ അവാർഡ് കൊടുക്കാൻ 15-ാം തീയതി. അത് തുടങ്ങിയ കാലം മുതൽ ഞാനാണ് കൊടുക്കുക. ഞാൻ തവണ പോകുന്നില്ല. അവിടെ പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ സാറ് പറഞ്ഞപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തായിരുന്നു മാനസികാവസ്ഥ? നല്ല മാനസികാവസ്ഥ. ഞാൻ ഡിമാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് 350 കിലോമീറ്റർ അങ്ങോട്ടും കൂടി അതിൻ്റെ പെട്രോള്, ഡ്രൈവറുടെ പൈസ, ഭക്ഷണം 16,000 രൂപ മുടക്കി തന്നെ പോയത്. ഞാൻ അവിടെ നിന്ന് ആ പൈസ നിന്നു. അപ്പോൾ ഞാൻ DC-യോട് കുറച്ച് പൈസ വാങ്ങിച്ചാൽ. അപ്പോൾ അത് പോയി കണ്ടു. അല്ല, മുന്നിൽ നിന്ന് നയിക്കണമെന്നേ പറഞ്ഞു, സംഘടനാപരമൊന്നും പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കമ്മിറ്റി അതറിയാം, അതൊക്കെ അവർ ചെയ്തോളും. പിന്നെ ഇവിടെ വന്ന ശേഷമാണ് മറ്റേ ട്രിവാൻഡ്രം ഹോട്ടലിൽ ഞാൻ പോയല്ലോ, വിളിച്ചപ്പോൾ ഞാൻ പോയല്ലോ, എല്ലാം മാറ്റി വെച്ച് പോയല്ലോ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരു ഓർമ്മക്കുറവില്ല. പക്ഷേ ആ കാലമല്ല ഇപ്പോൾ ഈ കാലം മാറിപ്പോയിരിക്കണം. ആരാണ് മാറിയെന്നുള്ളത് അവർ ഞങ്ങളുടെ ഒന്നും അഭിപ്രായം ഇതുവരെ തേടിയില്ലല്ലോ. ഇലക്ഷനായപ്പോൾ എന്നെ 1 മാസം വിളിച്ചിട്ടുണ്ട് DC-ന്ന്. അപ്പോൾ ഞാൻ താമരക്കുളത്താണ്. പിന്നെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ പിണറായി കണ്ടുകൊണ്ട് പിന്നെ കണ്ടില്ല, എൻ്റെ ആവശ്യമില്ല. എന്നെ വിളിച്ചത് അദ്ദേഹം. ഞാനും 1 മാസമൊക്കെ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ഞാൻ മിനിസ്റ്ററായെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അന്തസ്സായിട്ട് പെരുമാറി പ്രവർത്തിച്ചവരാണ്. കണാരൻ, ആനത്തലട്ടോ, ആനസാൻ, 1 മാസം എല്ലാം ഉണ്ട് ഞാൻ അസംബ്ലിയിൽ. ഞാനിപ്പോൾ പരിചയമുള്ള നേതാക്കന്മാർ ഇപ്പോൾ ആലപ്പുഴയിലെ CPM തന്നെ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ചെറിയ ഗ്രൂപ്പുകളായി ഒരു കേഡർ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച് പോകുന്നൊരു രീതിയാണ്. നേതൃത്വത്തിലേക്ക് നയിക്കാൻ ആരുമില്ല, സംഘടനാ രീതി പറയാൻ ആരുമില്ല. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ശരണ ഇങ്ങനെ ശാപവാക്കുകൾ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതേപ്പറ്റി ഒന്നും പറയാനില്ല. എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് വേണ്ടത് എനിക്കാകെ ബന്ധമുള്ള നാസറുമായിട്ട് മാത്രമേ നിരന്തര ബന്ധമുള്ളൂ. പിന്നെ ചില വേദികളിലൊക്കെ സജിയെയും സുജാതയെയും ചന്ദ്രബാബുവിനെ അപൂർവം വേദികൾ കാണുന്നതാണ്. സുജാത ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചിലപ്പോൾ ഇവിടെ വരികയും ചെയ്യും. സജിയൊക്കെ ഞാൻ വല്ലപ്പോഴും കാണുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ DC ഓഫീസിൽ പോകാറുണ്ട്. ആ മുറി പിണറായി പറഞ്ഞ മുറി ഞാൻ ഇരിക്കും. നാസറോട് ഞാൻ ഓരോ ഘട്ടത്തിൽ ഓരോ കാര്യം പറയും. ഈ ഇലക്ഷന് മുമ്പ് 6-7 തവണ ഞങ്ങൾ തമ്മിൽ കണ്ടു. ഇലക്ഷൻ കഴിഞ്ഞ് കണ്ടു. റിസൾട്ട് വന്ന ശേഷം ഞാൻ കാണാൻ പോയില്ല. EP-യുടെ വിവാദമൊക്കെ ഉണ്ടായ സമയത്തും എന്നാലും ഒരു സംഘടനാ രീതി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ EP ജില്ലാ സെക്രട്ടറിയാണ്. അന്ന് കൊടിയേരി ഭാഷൻ ജില്ലാ ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി. മാത്രം കൊല്ലം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. 9ാം പാർട്ടി കോൺഗ്രസ് നിലമേൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ തന്നെ അന്ന് ഒരാളിനും 21 വയസ്സോ 22 വയസ്സോ ഉണ്ടെന്നു. ഒരാളെയും DC-യിൽ എടുത്തിട്ടില്ല. അന്ന് CH കണാരനുണ്ട്, അദ്ദേഹം എന്നെ കൈ പിടിച്ചു. പൊക്കം VS ഉണ്ട്, NS ഉണ്ട്. ഇവർ 3 പേരും കൂടെ എന്നെ കൈ പിടിച്ചു. അങ്ങനെയുള്ള കേഡർമാരെ ഉയർത്തിയവരാണ് അവർ പഠിപ്പിച്ച ഒന്നും ഞാൻ മറന്നുപോയിട്ടില്ല. പിന്നെ EMS AKG ഒക്കെ ഞങ്ങൾ അന്ന് പോലും കാണുന്നില്ലേ. സുന്ദരയുടെ കൂടെ അഖിലേന്ത്യാ ഫ്രാക്ഷൻ കൂടിയാണല്ലേ ഞാൻ. വസോവിൻ്റെയും പ്രമദാസ് ഗുപ്തയുടെയും കൂടെ ആലോചിച്ചോക്കെ. അപ്പോൾ ആ പഴയ പാർട്ടി ഉണ്ടാക്കിയവരുടെ കൂടെ ഉണ്ടായിരുന്നു വളരെ വിദ്യാർത്ഥിയായിട്ട് ഞാൻ.
എനിക്ക് ആ ഭാഗ്യമുണ്ടായി. ഞാനത് പഠിച്ചു, എല്ലാം ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. അത് പറയാൻ എനിക്കറിയാം. ആ പ്രത്യയശാസ്ത്ര ബോധം, അതാണ് ഞാൻ എന്ത് ചർച്ചയിലും പ്രത്യയശാസ്ത്രപരമായി എന്തെങ്കിലും പറയും. ഇതിൻ്റെ കൂടെ ചേർത്ത് അതൊരു മുഴച്ചു നിൽക്കുന്നതായിട്ടല്ല. സർ, എത്ര കണ്ടില്ലെന്ന് അടിച്ചാലും ഒരു BJPയുടെ ഒരു നേതാവുമായി ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിക്കാഴ്ച നടത്തിയിട്ടും അത് അദ്ദേഹം അടക്കം അംഗീകരിക്കുകയും ചെയ്തിട്ട് എങ്ങനെയാണ് പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്? അങ്ങനെ കണ്ടതിൽ ഒരു കുഴപ്പമില്ലെന്ന് PB മെമ്പറായ CM പറഞ്ഞത് നിർത്തി, അവസാനിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? അത്തരം ഞങ്ങളെ സംബന്ധിച്ച് അവസാനിച്ചു. എനിക്ക് തുടരാൻ പറ്റത്തില്ല. അതേപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം EP ജയരാജൻ ധീരനായ ഒരു നേതാവാണ്, ബുദ്ധിജീവിയൊന്നും ആയിരിക്കത്തില്ല. ധീരനായ ഒരു നേതാവ്, നല്ല കരുത്തുറ്റ സ്വഭാവമാണ്. അത് എനിക്കറിയാം. ബാക്കി പല കാര്യങ്ങളും ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല അതേപ്പറ്റി. പക്ഷെ അതൊരു സംഘടനാ രീതിയാണോ? ഈ സുധാകരൻ എല്ലാ ഘട്ടത്തിലും CPMന്റെ സംഘടനാ രീതികളെ കുറിച്ച് വാചാലനാവുന്ന ഒരാളാണ്. പക്ഷെ ഇതൊക്കെ മുൻപ് നടന്നിട്ടുണ്ടോ ഈ പാർട്ടിയുടെ നേതാവിനെ കണ്ടതിൽ തെറ്റില്ല, അത് തെറ്റ് പറയാൻ പറ്റില്ല എന്ന് CM പറഞ്ഞു കഴിഞ്ഞു. അതൊരു പാർട്ടി നിലപാടായിരിക്കുമല്ലോ. അപ്പം അതാണ്. കാരണം അയാൾ ഒരു മിനിസ്റ്ററല്ലേ, മിനിസ്റ്റർ അല്ല, അവരുടെ ഒരു കേരളത്തിലെ ചാർജുകാരനല്ലേ. കേരളത്തിന്റെ ചാർജുകാരൻ മാത്രമല്ല, കേരളത്തിൽ നിന്ന് ആ ചർച്ചയിലേക്ക് നമ്മൾ പോകണ്ട, അത് അവസാനിപ്പിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നതാണോ? മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിച്ചതല്ല, അദ്ദേഹം ഒരു നിലപാടാണ് പറഞ്ഞത് അവിടെ വെച്ച്. അല്ലെങ്കിൽ ഞങ്ങളാരും ഒന്നും പറഞ്ഞല്ലോ ഒന്നും. മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറയാനില്ല അതിനകത്ത്. ഇല്ല, അഭിപ്രായം പറയാനില്ല. ഇല്ല, ഒന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ ആലപ്പുഴയിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് തന്നെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഫലം, ഇപ്പൊ ശൈല ടീച്ചറിന്റെ പരാജയം, തോമസ് ഐസക്കിന്റെ പരാജയം, ഇത്തരം പലയിടങ്ങളിൽ പറയുമ്പോഴാണ് ശൈല ടീച്ചറുടെ പരാജയം എന്ന് പറഞ്ഞ് 24,000 പറഞ്ഞു. നമ്മൾ ശൈലജ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. ഞാൻ പറഞ്ഞ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാ പറഞ്ഞു? അവർ തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഞാനിത് പറഞ്ഞു. PS ഗവൺമെന്റ് ഞാൻ മിനിസ്റ്ററായിരുന്നു. അസംബ്ലിയിലെ ഏറ്റവും മികച്ച സാമാജികയായിരുന്നു അവർ. അതിമനോഹരമായ പ്രസംഗം, നല്ല മന്ത്രി. ഇതവർ കൊടുത്തില്ല. ശൈലജക്കെതിരെ എന്താ പറഞ്ഞത്? നല്ലതല്ലേ പറഞ്ഞു. പരാജയപ്പെടാൻ ജയം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എവിടെ വന്നാലും തൂക്കം ജയിക്കുകയോ എല്ലായിടത്തും ജയിക്കുന്നവരാരാ കേരളത്തിൽ? ഇപ്പോൾ മലപ്പുറത്ത് പോയെന്നാൽ ഞാൻ ജയിക്കുമോ? പറ. മലപ്പുറമല്ല വടകരയെങ്കിൽ അതൊന്നും ഒരു വ്യക്തിയെ ആശ്രയിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞോളൂ. അതിനവരങ്ങനെ പറയേണ്ട കാര്യമില്ല. ശൈലജയ്ക്ക് ഞാൻ എന്തെങ്കിലും പറയുമോ? എനിക്ക് പിന്നെ അതാ വരുന്നത്, ഏത് വൃത്തികേട്. ഈ തുടർഭരണം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ താഴത്തേക്കുള്ള പ്രവർത്തകരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ അഹങ്കാരികളാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആളുകൾക്ക് തുടർഭരണം ഉണ്ടായതുകൊണ്ട് അഹങ്കാരമാണെങ്കിൽ പിന്നെ നമുക്ക് സോഷ്യലിസം വന്നാൽ പിന്നെ എന്തായിരിക്കും ശരി? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിയില്ല, മുണ്ടു തലേ കിട്ടുമോ? പക്ഷെ അതൊരു ബോധത്തിൻ്റെ പ്രശ്നമാണ്. കേഡറുടെ തുടർഭരണം ഉണ്ടായത് ഞാൻ അഹങ്കാരിയായില്ലല്ലോ, നാസർ അഹങ്കാരിയായില്ലല്ലോ. അഹങ്കാരിയായോ? അങ്ങനെ ഇവിടുത്തെ എത്ര സാഹകളാണ് അഹങ്കാരം കാണിക്കുന്നവർ എന്നും അഹങ്കാരം കാണിക്കുന്നവർ, പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിന്റെ രാഷ്ട്രീയ അംശം രക്തത്തിൽ കലർന്നവർ, അവരെ നിയന്ത്രിക്കണം. നിർവാഹകരെല്ലാം ഒഴിവാക്കണം. അത്രയൊക്കെ അവരെ സഹായിക്കുന്ന നേതാക്കന്മാർ ഈ പാർട്ടി വേണ്ടെന്ന് വെക്കണം. അത് ആരാന്നൊന്നും പറയാനൊക്കെ ചർച്ച ചെയ്ത് തിരുത്തിയാൽ മതി. ആരെയും പുറത്താക്കിയൊന്നും വേണ്ട. തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലേ, ഗോവിന്ദൻ സാഹു പറഞ്ഞല്ലേ, ആവശ്യമുണ്ടെന്ന് ശരണ്യ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്നോട് ചോദിക്കാൻ എന്തിനാ? ഉണ്ടല്ലോ, അത് തിരുത്തിക്കോളും, പേടിക്കണ്ട, നിരാശപ്പെടണം, എല്ലാം ശരിയായിക്കോളും. ഈ സൈബർ ആക്രമണത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഈ ഒരുപാട് വ്യക്തിഹത്യ ചെയ്യുന്ന സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പറ്റി എനിക്ക് യാതൊരു ബഹുമാനമില്ല. അവർക്കൊക്കെ എന്ത് വ്യക്തിത്വമാണ് മറഞ്ഞു നിന്ന് ഓരോന്നും ചെയ്യുന്നവർ? പറ, എന്തുവാ? CPM ജനങ്ങളുടെ ഇടയിൽ ഒരു വിരുദ്ധത ഉണ്ടാക്കാൻ ഇടയായിട്ടില്ലേ? ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ആളുകളെ തെരഞ്ഞു പിടിച്ച സൈബർ സൈന്യമൊന്നും വേണ്ട. നമുക്കെതിരെ തെറ്റായൊരു പോസ്റ്റ് ഇട്ടാൽ ബന്ധപ്പെട്ടവരെതിരായിട്ട് കിട്ടിച്ചാൽ മതി. ഒരു സൈന്യം എന്തിനാ അതിന്? ബന്ധപ്പെട്ടവർ മറുപടി പറഞ്ഞാൽ മതി. പിന്നെ അല്ല, അങ്ങനെ വേറൊരാൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? വേറൊരാൾ പറയുന്നത് സൈന്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ താല്പര്യം വരും, ഒരുപാട് ഇഷ്യൂസ് വരും, അവർ തമ്മിലുള്ള പ്രശ്നം വരും, പിന്നീട് അതൊക്കെ വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് ഈ സൈബർ സൈന്യം എന്നൊക്കെ പത്രക്കാർ കൊടുക്കുന്ന അങ്ങനത്തെ സൈന്യമൊന്നും CPMനുള്ളതായിട്ട് എനിക്കറിയില്ല. ഈ കായംകുളത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? വലിയ തിരിച്ചടിയാണ് വന്നത്. എല്ലാം പരിഹരിക്കപ്പെടും. ഏത് രീതിയിലായിരിക്കും ഒരു പരിഹാരം? പാർട്ടി പരിപാടി, പാർട്ടി ഭരണഘടന, ചട്ടങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം എല്ലാം പരിഹരിക്കപ്പെടും. സാർ കുറെ നാൾ മുമ്പ് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നൊരു ആരോപണം, ആ ഒരു ആരോപണമല്ല, സത്യമല്ലേ? സത്യമാണ്. ആ ഒരു സാഹചര്യത്തിന് മാറ്റം വന്നോ? ആലപ്പുഴ എവിടെ മാറ്റം വന്നു? എവിടെ വന്നാലും കാണാമല്ലോ. വർദ്ധിച്ചതേ ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ. അതെ, വർദ്ധിച്ചുകൊണ്ട് വരും. കാരണം ഇത് ബൂർഷാ പൊളിറ്റിക്സാണ്. ബൂർഷാ പൊളിറ്റിക്സും ഇത്തരം BJPയുടെയും മറ്റു ഈ വളർച്ച കാണുമ്പം തന്നെ പാർട്ടിയുടെ ഐഡിയോളജി വിശ്വാസമില്ലാതെ പാർട്ടിയുടെ കൂടെ ചേർന്ന് നടക്കുന്നവർക്ക് പാർട്ടി ഇനിയൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു വന്നാൽ ഇതിലേക്ക് കടക്കും.
ഏത് സാഹചര്യമായാലും ഈ ഐഡിയോളജിയെ തോൽപ്പിക്കാനാവില്ല എന്ന് കരുതുന്നവർക്ക് നല്ല പ്രാമാണികത്വം ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഉണ്ട്, മിക്ക ജില്ലാ കമ്മിറ്റി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്രാഞ്ച് എൽ സി ഒക്കെ സൂക്ഷിക്കണം. ഏരിയ കമ്മിറ്റി എല്ലാവർക്കും ഐഡിയോളജിക്ക് പ്രാമാണികത്വം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കണം നമ്മൾ. അതൊക്കെ തിരുത്തിക്കോളും. തിരുത്താൻ ഇവിടെ പോകാനാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും അന്നത്തെ കാര്യം എനിക്ക് അതേപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഒരു വർഷം രണ്ട് കിടക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ബിഷപ്പിനെതിരെ വന്ന വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സഹിഷ്ണുതയില്ലാതെ വരുന്നത്? ഇതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതേപ്പറ്റി അദ്ദേഹം എന്നൊന്നും പ്രതികരിച്ചിട്ടില്ല. പിണറായി സാർ ബിഷപ്പും പ്രതികരിക്കുന്നില്ല. ബിഷപ്പും ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ അത് ഇടതുപക്ഷത്തെ സഹായിച്ചുകൊണ്ടിരുന്ന ബിഷപ്പ്. എനിക്ക് നേരിട്ടറിയാം. ഭയങ്കര ഇടതുപക്ഷ പ്രസംഗമാണ് അദ്ദേഹം അത് യോഗത്തിൽ. ഞാൻ ഒരുപാട് എന്നെയൊക്കെ വലിയ കാര്യമാണ് അദ്ദേഹം. അതെല്ലാം തീർന്നല്ലോ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് പറഞ്ഞ് അതാണ് പ്രധാനമെന്ന് വരുത്തുന്നതാണ് ഇപ്പോഴത്തെ കേരള പൊളിറ്റിക്സ്. അതൊന്നുമല്ല പ്രധാനം. ഒരാളുടെ വാക്കോ ഒരാളുടെ നോക്കോ അല്ല. അതെല്ലാം അത് പറയേണ്ടവർ പറഞ്ഞോളൂ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് സാർ പറ്റാതെ പോകുന്നത്? വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല. ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ഉൾക്കൊള്ളുന്നുണ്ട്. അത്തരം ചർച്ചകൾ ഈ CPM-ന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ കമ്മിറ്റികൾ നടക്കുന്നുണ്ടാവും. ആ കമ്മിറ്റി ഇപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ നടന്നു ഉണ്ടാവും എന്ന് ഉറപ്പില്ല. പഴയ അനുഭവം എനിക്കില്ല. നടക്കുമല്ലോ. ധൈര്യമായിട്ട് മതി. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ധാരാളമായി. അതാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളായതുകൊണ്ട് കുറച്ച് വിഷമം കൂടുതലായിരിക്കും. പിന്നെ പത്രപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്താൽ പറ്റും. ചിലപ്പോൾ നമുക്ക് എതിരായിട്ട് ചിലപ്പോൾ കൊടുക്കുക. എതിരായിട്ടല്ല, എതിരാണെന്ന് തോന്നുന്നവ അതൊന്നും കാര്യം. നിങ്ങളുടെ ജോലി നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക. പക്ഷെ ഇല്ലാത്തത് പറയരുത് മാത്രമേ. ഈ കഞ്ഞിക്കുഴി അടക്കമുള്ള ഇടങ്ങളിൽ തോക്ക് ചൂണ്ടി പാർട്ടി ഏരിയ സെക്രട്ടറി ഒക്കെ ചോദ്യം ചെയ്യുവാണ് പോലീസ്. തോക്കും ടാങ്കും ബാറ്റൻ ടാങ്കും ഒക്കെ ഇപ്പം ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കഴിഞ്ഞല്ലോ.